ഗ്രൂപ്പ് 10,000 കോടിയുടെ നിക്ഷേപം നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ മലക്കം മറിഞ്ഞ സർക്കാർ. ടാറ്റ ഇത്രയും തുകയുടെ നിക്ഷേപം നടത്തുമെന്ന് പറഞ്ഞിട്ടില്ല. ഉദ്ദേശിച്ചത് ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയെന്നും വിശദീകരണം. ബിനിൽ ലീലാസാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഇന്നലെയാണ് ബ്ലൂംബർഗിന് നടത്തിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യം പറയുന്നത്. എന്നാൽ ഇന്ന് ടാറ്റ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ നിക്ഷേപത്തിന് തങ്ങൾ ഇല്ല എന്ന് പറയുന്നു. അതിന് പിന്നാലെയാണോ സർക്കാർ ഇപ്പോൾ ഇത് മലക്കം മറിഞ്ഞിരിക്കുന്നത്? ഇതിൽ ഇപ്പോൾ എന്താണ് സർക്കാർ പറയുന്നത്? സ്വാതി, രണ്ടിടങ്ങളിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഒന്ന് ബ്ലൂംബർഗ് നൽകിയ അഭിമുഖമാണ്, മറ്റൊന്ന് മാരിടൈം മഹോത്സവം എന്നൊരു പരിപാടി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതിലാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. അതിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ് സ്ഥാപിക്കാൻ ടാറ്റ കേരളത്തിലേക്ക് വരികയാണ്. ടാറ്റ ഗ്രൂപ്പിന് ഭൂമി വിട്ടു നൽകും. 10,000 കോടിയുടെ പദ്ധതി ടാറ്റ ഗ്രൂപ്പുമായി സംസാരിച്ച് ധാരണയിൽ എത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ അതിന്റെ നടപടികൾ ആരംഭിക്കും എന്നാണ് അദ്ദേഹം മാരിടൈം മഹോത്സവത്തിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്. അതിനുശേഷം ഈ ബ്ലൂംബർഗ് നൽകിയ അഭിമുഖത്തിലും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇന്ന് രാവിലെയാണ് ഇക്കണോമിക് ടൈംസിൽ ഇതുമായി ബന്ധപ്പെട്ട് ടാറ്റയുടേതായി ഒരു പ്രതികരണം വന്നത്. അതിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയുമായി, കേരളവുമായി, സൗത്ത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളുമായി അത്തരത്തിലൊരു ധാരണയില്ല, ഒരു നിക്ഷേപ പദ്ധതിയില്ല. മുഖ്യമന്ത്രി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാം. അതിശയോക്തി നിറഞ്ഞ ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഉണ്ടായതെന്നാണ് എക്കണോമിക്സ് ടൈംസിന് നൽകിയ ടാറ്റയുടെ പ്രതികരണത്തിൽ വ്യക്തമാകുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ PRD വഴി, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴി ഒരു വിശദീകരണം സർക്കാർ നടത്തുന്നത്. പൂർണ്ണമായി ഒരു മലക്കം മറിച്ചിലാണ് ഇതിൽ ഇക്കാര്യത്തിൽ സർക്കാർ നടത്തിയിരിക്കുന്നതെന്ന് വേണം പറയാൻ. ഇത് ഒരു കമ്പനിയുമായി, ഒരു സ്ഥാപനവുമായുള്ള ഒരു പദ്ധതിയെക്കുറിച്ചല്ല വിശദീകരിച്ചത് എന്നുള്ളതാണ് ഈ PRD വഴിയുള്ള വിശദീകരണത്തിൽ സർക്കാർ പറയുന്നത്. ഇത് കേരളത്തിലേക്കുള്ള നിക്ഷേപത്തിന്റെ ആകെ വ്യാപ്തിയെക്കുറിച്ചാണ്. ആകെ ഒരു 10,000 കോടിയുടെ നിക്ഷേപം വരും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്. അങ്ങനെ ഏക നിക്ഷേപ പദ്ധതി അല്ല എന്നാണ് ഒരു വിശദീകരണം പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെയായിരുന്നില്ല. ഈ അഭിമുഖത്തിലും അതോടൊപ്പം പ്രസംഗത്തിലും അദ്ദേഹം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചത് ടാറ്റ ഗ്രൂപ്പ് കേരളത്തിലേക്ക് വരികയാണ്, 10,000 കോടി നിക്ഷേപം നടത്താൻ പോവുകയാണ് എന്ന വിശദീകരണമാണ് നടത്തുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ പറയുന്ന മറ്റൊന്ന്, മിഷൻ സമുദ്രയുടെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ബിനിൽ, എന്തായാലും ഇപ്പോൾ സർക്കാർ അതിലും മലക്കം മറിഞ്ഞിരിക്കുന്നു. ആ വിവരങ്ങളാണ് ബിനിൽ നൽകിയത്.